2021 നടന്ന RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. A ladder 10 meter long is leaning against a vertical wall. It makes an angle 60 degree with the ground. How far is the foot of the ladder from the wall? അപ്പോൾ ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണി ചാരി വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വോളില് ഒരു ഏണി ഇങ്ങനെ ചാരി വെച്ചേക്കുവാണ്. ഈ ചാരി വെച്ചേക്കുന്ന ഏണിയുടെ നീളം എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. 10 മീറ്റർ. ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രൗണ്ട്. ഇനി ഈ ഏണിയും ഗ്രൗണ്ടും തമ്മിൽ ഉള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി. ഇനി നമ്മൾക്ക് ചോദിച്ചേക്കുന്നത് ഹൗ ഫാർ ഇസ് ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വോൾ. അപ്പൊ ലാഡറിന്റെ ഫുട്ട് ഇവിടെയാണ്. അപ്പൊ ഇവിടെ മുതൽ ഈ വോൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഹൈപ്പോന്യൂസ് ആണ്. അത് 10 മീറ്റർ തന്നിട്ടുണ്ട്, 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്താൽ ഈ അൺനോൺ സൈഡ് കിട്ടും. രണ്ടാമത്തത് ട്രിഗണോമെട്രിക് റേഷ്യോസ് യൂസ് ചെയ്താണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക് ഞാൻ ഒരു ക്ലാസ് എടുത്തതിന് ശേഷം നമുക്ക് ട്രിഗണോമെട്രിയുടെ മെത്തേഡ് നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ റേഷ്യോ വെച്ചിട്ടുള്ള മെത്തേഡ് നമുക്ക് ഇപ്പോൾ ചെയ്യാം. അപ്പോൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾ ഉള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:√3:2 ആണ്. അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് 1, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് √3, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് 2. ഇത് റേഷ്യോ ആണ് 1:√3:2. ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ എക്സ് കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x√3x 2x എന്ന് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ നോക്കാം, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എക്സ് ആണ്. അപ്പൊ ഇവിടെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എക്സ് ആണ്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഈ സൈഡ് √3x ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2x ആണ്. അപ്പോൾ 10ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 2x എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ നോക്കുക, 2x ഈക്വൽ ടു എത്രയാണ്? 10 ആണ്. 2x ഈക്വൽ ടു 10 ആണ്. അപ്പൊ x ഈക്വൽ ടു 10/2 5 എന്ന് കിട്ടും, 5 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? എക്സ് ആണ്. ഇവിടെയാണ് എക്സ് ഈക്വൽ ടു എത്ര വരും? 5 മീറ്റർ എന്ന് വരും. 5 ആണ് നമ്മുടെ ആൻസർ.